വാട്ട്സപ്പ് ഗൈസ്, പൊന്മാൻ. ഈ മൂവിയുടെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ക്ലിക്കായില്ലായിരുന്നു എന്താണ് ടൈറ്റിൽ പൊന്മാൻ എന്ന് വായിച്ചപ്പം. പിന്നാണ് ഞാൻ പോസ്റ്റർ യൂസ് ചെയ്തേക്കുന്ന ലെറ്ററിംഗ് ഒക്കെ നോക്കിയപ്പം ഗോൾഡ് ചെയിനൊക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. പിന്നെ ലെറ്ററിങ്ങിൽ യൂസ് ചെയ്തേക്കുന്ന കളേഴ്സ് ഗോൾഡ് കളറായിരുന്നു. അപ്പോഴാണ് എനിക്ക് ക്ലിക്കായത് ഗോൾഡ് മാൻ പൊന്മാൻ. യാ സോ ഞാൻ എൻ്റെ നോർത്ത് ഇന്ത്യയിലെ കൂട്ടുകാരോട് എടാ പൊന്മാൻ കണ്ടോയെന്ന് ചോദിക്കുമ്പം അവർ പറയുന്നത് എടാ പൊന്മാനോ പൊന്മാൻ ഒരു വെറൈറ്റി പേരല്ലേ. ഞാൻ പറഞ്ഞ പോണൊന്നുമല്ല, പൊന്മാൻ, ഗോൾഡ് മാൻ. സോ അങ്ങനെ ജ്യോതിഷ് ശങ്കർ ഡയറക്റ്റ് ചെയ്ത പൊന്മാൻ ഞാൻ ഇന്നലെ തിയേറ്ററിൽ പോയി കണ്ട് ആൻഡ് ഐ ലവ്ഡ് ഇറ്റ്. യാ ഈ മൂവിയുടെ ജോണർ എന്ന് വെച്ചാൽ ഡ്രാമ, കോമഡി, ത്രില്ലർ ആണ് ഞാൻ പേഴ്സണലി ക്ലാസിഫൈ ചെയ്യുന്നത്. ഒരു വെറൈറ്റി സ്റ്റോറിയാണ്, ഇതുവരെ കാണാത്ത ഒരു ടൈപ്പ് ഒരു സ്റ്റോറിയാണ്. പിന്നെ വെറൈറ്റി സെറ്റിംഗ് ആണ്, ന്യൂ സെറ്റിംഗ് ആണ്. കൊല്ലം ബേസ്ഡ് ആണ് ഈ മൂവി ഫുൾ ഷൂട്ട് ചെയ്തേക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇൻട്രൊഡക്ഷൻ സോങ് ക്രെഡിറ്റ്സ് എഴുതി വരുമ്പോൾ ഇൻട്രൊഡക്ഷൻ സോങ് തന്നെ കൊല്ലത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോങ് ആണ്, അലോങ് വിത്ത് ദ വിഷ്വൽസ്, ലിറിക്സ് എല്ലാം. ഇപ്പം കൊല്ലം ടൗണിനെ നല്ലപോലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീക്വൻസിലാണ് ഈ മൂവി സ്റ്റാർട്ട് ആകുന്നത്. പിന്നെ ദിസ് മൂവി ഈസ് ആക്ച്വലി ബേസ്ഡ് ഔട്ട് ഓഫ് ഫിഷിംഗ് വില്ലേജ് നിയർ ദ സീ ഇൻ കൊല്ലം. അവിടുത്തെ ആൾക്കാരുടെ ഒരു സ്റ്റോറിയാണിത്. യാ സോ നല്ല വെറൈറ്റി സെറ്റിംഗ്, ന്യൂ സെറ്റിംഗ് ആണ്, വെറൈറ്റി സ്റ്റോറിയാണ്. പിന്നെ ടെൻഷൻ ഇൻഡ്യൂസിങ് ആസ്പെക്ട്സ് ഉള്ള ഒരു മൂവിയാണ്. എന്ത് സംഭവിക്കും, എങ്ങനെ ഈ സ്റ്റോറി തീരും, എങ്ങനെ ലീഡ് ആക്ടർ ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്തിറങ്ങും സക്സസ്ഫുള്ളായി, അതാണ് ഈ സ്റ്റോറിയുടെ ക്രക്സ്. സോ ടെൻഷൻ ഇൻഡ്യൂസിങ് സ്റ്റോറിയാണ്. ദാറ്റ് ഈസ് വൈ ഐ യൂസ് ദ ത്രില്ലർ ആസ്പെക്ട് ഓൾസോ. സോ അങ്ങനെ ഡ്രാമയുണ്ട്, ത്രില്ലറുണ്ട്. പിന്നെ മൂവിക്കകത്ത് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ നല്ല രസമായിട്ട് കോമഡി ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് സിറ്റുവേഷണൽ കോമഡി ആയാലും ഡയലോഗ് ഡെലിവറി കൂടെ ആയാലും ഓവറോൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ത്രില്ലും സസ്പെൻസിൻ്റെ കൂടെ കോമഡി നല്ലപോലെ ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ ഓൾ ഓഫ് ദീസ് വർ ഇൻഗ്രീഡിയൻസ് ഫോർ എ വെരി ഗുഡ് ഫിലിം ആൻഡ് ഇറ്റ് വർക്ക്ഡ്. ഐ ലവ്ഡ് ഇറ്റ്. ഒരു നൈസ് എൻ്റർടൈനിങ് ഫിലിം. സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ എന്നെ ബോറാക്കാതെ, ഡിസ്ട്രാക്റ്റ് ആക്കാതെ I was hooked as to what was happening, what will happen next. So yes, പൊന്മാൻ മൂവി ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ജ്യോതിഷ് ശങ്കർ. ഹീസ് എൻ ആർട്ട് ഡയറക്ടർ. ഇറ്റ്സ് ഹിസ് ഫസ്റ്റ് ഫിലിം ആസ് എ ഡയറക്ടർ, ഡെബ്യൂ ആണ് ആസ് ഡയറക്ടർ. ഹീസ് ഡൺ ആർട്ട് ഡയറക്ഷൻ ഫോർ വെരി ഫേമസ് മൂവീസ്, കുമ്പളങ്ങി നൈറ്റ്സും കുറേ മൂവീസൊക്കെ പുള്ളി ആർട്ട് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് മൂവിയുടെ ആക്ടേഴ്സ് ചെയ്തേക്കുന്ന പെർഫോമൻസ്. മൂവിയിൽ ആക്ട് ചെയ്തേക്കുന്നത് സ്റ്റാറിങ് ബേസിൽ ജോസഫാണ് ലീഡ്. പി അജീഷ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ക്യാരക്ടറാണ് പുള്ളി പൊട്രേ ചെയ്തേക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് പൊട്രേ ചെയ്തിട്ടുണ്ട്. ദിസ് മൂവി ടൈറ്റിൽ ഈസ് ആപ്റ്റ് ഫോർ ബേസിൽ റൈറ്റ് നോ. വട്ട് എവർ ഈ ടച്ച് ടേൺസ് ടു ഗോൾഡ്. പുള്ളി തുറന്നതെല്ലാം പൊന്നാണ്. യാ സോ പൊന്മാൻ. അപ്പോൾ ഒരു വെറൈറ്റി ക്യാരക്ടർ പുള്ളി പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാരക്ടറിൻ്റെ വേറെ വേറെ ഷെയ്ഡ്സ് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെയും കാണുന്നുണ്ട്. മൂവി തുടങ്ങുമ്പം പുള്ളി ഒരു വലിയ റാഷ് ഒരു ആറ്റിറ്റ്യൂഡിലാണ് പുള്ളി സ്റ്റാർട്ടാകുന്നത്. പിന്നെ പുള്ളിയുടെ ഒരു ഇമോഷണൽ ആസ്പെക്റ്റൊക്കെ നമ്മൾ കാണും. പിന്നെ എങ്ങനെ പുള്ളി ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്തിറങ്ങും, അതാണ് മൂവിയുടെ ഫുൾ സ്റ്റോറി. ബേസിൽ ജോസഫിൻ്റെ മെയിൻ ആൻറ്റാഗനിസ്റ്റായി ഇതിനകത്ത് ആക്ട് ചെയ്തേക്കുന്ന നമ്മുടെ ആവേശത്തിലെ അമ്പാൻ സജിൻ ഗോപു ആണ്. പുള്ളിയും ഒരു അടിപൊളി പെർഫോമൻസ് ഒക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ദിസ് മൂവി ഈസ് ടോട്ടലി അബൌട്ട് ബേസിൽ വേഴ്സസ് സജിൻ. യാ സോ സജിൻ പൊട്രേ ചെയ്തേക്കുന്ന ക്യാരക്ടർ മറിയാനോ. Yeah, so Mariano is like a very brash, reckless character. ഒരു ബിൽട്ടും മാച്ചോയ്സും ഒക്കെ ഉള്ള വളരെ ഡേഞ്ചറസ് റെക്ലെസ് ക്യാരക്ടറാണ്. അതേസമയം ബേസിൽ പൊട്രേ ചെയ്തേക്കുന്ന ക്യാരക്ടർ ഫിസിക്കലി മറിയാനോട് അത്രയില്ല, ഒരു ചെറിയ മനുഷ്യൻ. പക്ഷേ എങ്ങനെ ആ ചെറിയ മനുഷ്യൻ ഈ വലിയ മനുഷ്യനുമായിട്ട് നേരിടുന്നു, എങ്ങനെ ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്തിറങ്ങുന്നു, വിജയിച്ച് പുറത്തിറങ്ങുന്നു, ഡേവിഡ് വേഴ്സസ് ഗോലിയാത്ത് സിനാറിയോ, അതാണ് ഈ മൂവി ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ ക്രക്സ് ഓഫ് ദിസ് ഫിലിം. പിന്നെ അതിൻ്റെ കൂടെ ഇവരുടെ കൂടെ ലിജോമോൾ ജോസ് ഉണ്ട്. നല്ല അടിപൊളി പെർഫോമൻസ് ആണ് ലിജോമോൾ ജോസ് കാണിച്ചു വെച്ചേക്കുന്നത്. ഫോർ മീ ഐ ഫീൽ ദാറ്റ് നമ്മുടെ ഈ റീസെൻറ്റ് ഇയേഴ്സിൽ ഏറ്റവും സട്ടിൽ വേയിൽ മാക്സിമം ഇമോഷൻസ് പുറത്ത് കൊണ്ടുവരുന്നതും കണക്ഷൻ ഓഡിയൻസുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആക്ട്രസ്സാണ് ലിജോമോൾ. അത് പുള്ളിക്കാരത്തിയുടെ നോട്ടവും ഭാവവും റിയാക്ഷൻസ് ആയാലും ഡയലോഗ് ഡെലിവറി ആയാലും ഫ്രസ്ട്രേറ്റിങ്ങും ആങ്കറും കാണിക്കുന്നത് വളരെ സട്ടിൽ വേയിലാണ്. ബട്ട് ഇറ്റ്സ് വെരി എഫക്റ്റീവ്. ഇറ്റ് ക്ലിക്സ് വിത്ത് ദി ഓഡിയൻസ് ആൻഡ് ദാറ്റ് ഈസ് ദ ബ്യൂട്ടി അബൌട്ട് ഹെർ ആക്ടിങ്. സോ ലിജോമോൾ ജോസ് ഹാസ് റിയലി പുട്ട് അപ്പ് എ വെരി ഗുഡ് പെർഫോമൻസ് ഇൻ ദിസ് ഫിലിം. ആസ് എ വൾണറബിൾ ഒപ്രസ്ഡ് ക്യാരക്ടർ വിത്ത് ഓൾ ദാറ്റ് ഫ്രസ്ട്രേഷൻ ആൻഡ് ആങ്കർ ഇൻസൈഡ്. അതെല്ലാം നമുക്ക് ഈസിലി കണക്റ്റ് ആകും. യാ
സോ അതിൻ്റെ കൂടെ സപ്പോർട്ടിംഗ് ആയിട്ട് ദീപക് പരമ്പോളുണ്ട്. പിന്നെ ലിജോ മോളിൻ്റെ ക്യാരക്ടറിൻ്റെ ബ്രദറായിട്ട് ബ്രൂണോ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ അഭിനയിച്ച ആക്ടറുണ്ട്. പുള്ളിയുടെ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല. ബട്ട് യെസ്, ഓവറോൾ ആക്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ അമേസിങ് പെർഫോമൻസസ് ആണ് ഈ മൂവിയുടെ എല്ലാ മെയിൻ ക്യാരക്ടേഴ്സും കാണിച്ചു വെച്ചേക്കുന്നത്. സോ ആസ് ഐ സെഡ്, മെയിൻ മൂവി ഇസ് അബൌട്ട് പി അജീഷ് വേഴ്സസ് മറിയാനോ, ബേസിൽ വേഴ്സസ് സജിൻ ഗോപു. ഞാൻ പറഞ്ഞില്ലേ, സ്റ്റോറി ഒരു വെറൈറ്റി സ്റ്റോറിയാണ്. ഈ സ്റ്റോറി എന്ന് വെച്ചാൽ ഓക്കെ, ഞാൻ ഒരു ജിസ്റ്റ് പറഞ്ഞു തരാം. ഈ ലിജോമോൾ ജോസിൻ്റെ ക്യാരക്ടറിൻ്റെ കല്യാണമാണ്. അപ്പം കല്യാണത്തിൻ്റെ മുമ്പേ തന്നെ ചെക്കൻ്റെ കുടുംബം വന്ന് വളരെ ബ്ലേറ്റൻ്റ്ലി ഇവരോട് പറഞ്ഞിട്ടുണ്ട്, 25 പവൻ സ്വർണം കിട്ടാതെ നമ്മൾ കല്യാണം കഴിക്കത്തില്ല. ലിജോമോളിൻ്റെ ഫാമിലി ഒത്തിരി പുവർ സിറ്റുവേഷനാണ് ഫൈനാൻഷ്യലി എല്ലാം. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്തണം. സോ എങ്ങനെയെങ്കിലും ദേ വോണ്ട് ടു ഗെറ്റ് 25 പവൻ ഓഫ് സ്വർണം ഫ്രം സംവെയർ. അപ്പോൾ ഈ ലിജോമോളിൻ്റെ ബ്രദർ ബ്രൂണോ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ബ്രൂണോയുടെ ക്യാരക്ടർ, പുള്ളിക്ക് ഇങ്ങനെ ജോലിയൊന്നുമില്ല, പാർട്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. പുള്ളിയെ പാർട്ടിയിൽ നിന്ന് പുറത്തുവാക്കുകയും ചെയ്യുന്നത് മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അപ്പം പുള്ളിക്ക് ഇങ്ങനെ സമ്പാദ്യമോ പൈസയോ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഈ 25 പവൻ സ്വർണം കൊണ്ടുവരും ഈ കല്യാണം നടക്കാൻ. അപ്പോഴാണ് പി അജീഷ് എന്ന് പറഞ്ഞ് ബേസിലിൻ്റെ ക്യാരക്ടർ ഈ മൂവിയിൽ എൻ്റർ ചെയ്യുന്നത്. പി അജീഷ് ഒരു ഗോൾഡ് ഫൈനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇവരുടെ സിസ്റ്റം ഇച്ചിരി ഷേഡിയാണ്. ഇതൊരു ക്രെഡിബിൾ സിസ്റ്റം അല്ല ഇവർ വർക്ക് ചെയ്യുന്നത്. സോ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ പുവർ ഫാമിലീസിന്, ഗോൾഡ് ആവശ്യമുള്ള പുവർ ഫാമിലീസിന് കല്യാണത്തിന് തൊട്ട് മുമ്പേ, ഒരു ദിവസം മുമ്പേ ഇവർ വന്ന് വേണ്ടിയ ഗോൾഡ് കൊടുക്കും. ഫോർ ദെം, ലിജോമോൾ ആൻഡ് ഫാമിലി, ദേ നീഡ് 25 പവൻ സ്വർണ്ണം ഇവർക്ക് വേണം. അപ്പം ബേസിൽ ജോസഫ് വന്ന് ഇവർക്ക് 25 പവൻ സ്വർണം കൊടുക്കുന്നു. കല്യാണത്തിൻ്റെ തലേ തന്നെ പെണ്ണിൻ്റെ വീട്ടിൽ പെണ്ണിൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഫാമിലി ഫ്രണ്ട്സും അറിയാവുന്നവരെല്ലാം വരും പെണ്ണിനെ കാണാൻ. അപ്പോൾ ആ സമയത്ത് ഇവർ പെണ്ണിന് വന്ന് ഇച്ചിരി പൈസയൊക്കെ കൊടുക്കും. ജനറലി നടക്കുന്നതാണ് എല്ലാവരും, ഒരു വെൽ വിഷിംഗ് ആയിട്ടും പിന്നെ അവരോട് സ്നേഹം കാണിക്കുന്നു. അപ്പോൾ അങ്ങനെ പൈസയൊക്കെ കൊടുക്കും. അപ്പം ഇവർക്ക് ഗോൾഡ് മേടിക്കാൻ പൈസയില്ല. അപ്പം ബേസിൽ വന്ന് ഇവർക്ക് 25 പവൻ സ്വർണം കൊടുക്കുന്നു. കല്യാണത്തിൻ്റെ ഒരു ദിവസം മുമ്പേ ആൾക്കാർ വന്ന് ഇവർക്ക് പൈസ കൊടുക്കുമ്പം ആ പൈസ ടോട്ടൽ ഗോൾഡിൻ്റെ വാല്യൂ ആണെങ്കിൽ ബേസിൽ ആ പൈസയും കൊണ്ട് പോകും. ഇല്ലെങ്കിൽ എത്ര പൈസ ബാക്കിയുണ്ട് അത്രയും വാല്യൂ ഉള്ള സ്വർണം കൊടുത്തതിൽ വെച്ച് പുള്ളി തിരിച്ചെടുത്തുകൊണ്ട് പോകും. സോ ഈ മൂവിയിൽ നടക്കുന്നതെന്ന് വെച്ചാൽ 25 പവൻ സ്വർണം ഇവർക്ക് വേണം. അപ്പം ആൾക്കാരൊക്കെ വന്ന് പൈസ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇവർ രാത്രി ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പം 13 പവൻ സ്വർണത്തിൻ്റെ വാല്യൂ ഉള്ള ക്യാഷേ ഇവർക്ക് കിട്ടിയുള്ളൂ. 12 പവൻ സ്വർണത്തിൻ്റെ ക്യാഷ് ഇവരുടെ കയ്യിലില്ല. അപ്പം എന്താ ബിസിനസ് ആസ് യൂഷ്വൽ സിനാറിയോ എന്ന് വെച്ചാൽ 13 പവൻ സ്വർണത്തിൻ്റെ ക്യാഷ് ബേസിലിൻ്റെ കയ്യിലുണ്ട്, അതുണ്ട്, പ്ലസ് 12 പവൻ സ്വർണം. അപ്പോൾ അത് ഇവർക്ക് കൊടുത്ത് 25 പവനിൽ നിന്ന് പുള്ളി തിരിച്ചെടുക്കും, പുള്ളി പോകും. അത്രയാണ് പുള്ളിയുടെ റോള്. അതായിരുന്നു പുള്ളിയുടെ ഇൻറ്റൻഷൻ ഓഫ് കമ്മിങ് ഹിയർ. പക്ഷേ ആസ് ഐ സെഡ്, ഇവർക്ക് 13 പവൻ സ്വർണത്തിൻ്റെ ക്യാഷേ കിട്ടിയുള്ളൂ. അപ്പം ബാക്കി 12 പവൻ സ്വർണം ഇവർക്ക് ബേസിലിന് തിരിച്ചു വേണം. പക്ഷെങ്കിൽ പെണ്ണിൻ്റെ ഹസ്ബൻഡ്, ചെക്കൻ്റെ ഫാമിലി പറഞ്ഞേക്കുന്ന 25 പവനില്ലെങ്കിൽ കല്യാണം നടത്തില്ലെന്നാണ്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ആ രാത്രി തന്നെ 25 പവനിൽ നിന്ന് 12 പവൻ എടുത്തുകൊണ്ട് പോയാൽ അവരറിയത്തില്ലേ. അപ്പോൾ ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയാണ് ഈ പെണ്ണിൻ്റെ ഫാമിലി, ലിജോമോളുടെ ഫാമിലി ബേസിലിനോട് പറയുന്നത്, നമുക്ക് ഇച്ചിരി കൂടെ സമയം എന്താ. അപ്പോൾ അങ്ങനെ 2 ദിവസം കഴിയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇവരുടെ വിധം മാറുന്നത് നമ്മളൊന്നും നിനക്ക് തരുന്നില്ല. കാരണം ഇവർക്ക് സ്വർണം കൊടുത്തതെന്ന് ഒരു പ്രൂഫും ഇല്ല, ആ സ്വർണം ആരുടെ ആണെന്ന് ഒരു പ്രൂഫും ഇല്ല. സോ ദേ ആർ ഓൾസോ യൂസിങ് ഇറ്റ് ആസ് ദെയർ അഡ്വാൻറ്റേജ്. നിനക്ക് സ്വർണം തിരിച്ച് തരുന്നില്ല, നീ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാണ് ഈ ലിജോമോളും അവരുടെ ഫാമിലിയും ബ്രദർ ബ്രൂണോ ഒക്കെ ബേസിലിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം എങ്ങനെ ബേസിൽ ഈ 12 പവൻ സ്വർണം തിരിച്ചെടുക്കും എന്നാണ് സ്റ്റോറിയുടെ ക്രക്സ്. പക്ഷേ ഇതിൻ്റെ അകത്ത് മറിയാനോ, സജിൻ ഗോപുയുടെ ക്യാരക്ടർ എങ്ങനെയാണ് കയറി വരുന്നത്? സജിൻ ഗോപു ഇസ് ദ ഹസ്ബൻഡ്, ലിജോമോളുടെ ഹസ്ബൻഡ്. പുള്ളി മൂവിയുടെ ഇച്ചിരി പോർഷൻസ് കഴിയുമ്പോഴാണ് ഈ ഓവറോൾ സിസ്റ്റത്തിനെ കുറിച്ച് അറിയുന്നത്. അപ്പം പുള്ളിക്കും മനസ്സിലാവും ഇവർക്ക് 12 പവൻ സ്വർണം തിരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. പക്ഷേ പുള്ളിക്ക് ഇതും അറിയാം, ഈ സ്വർണ്ണം ഇവർക്ക് തന്നേന്ന് ഒരു പ്രൂഫും ഇല്ല. അതുകൊണ്ട് ആ സ്വർണ്ണം എല്ലാം പുള്ളിയുടെ കയ്യിലങ്ങ് വെച്ച്. എന്നിട്ടാണ് പിന്നെ ബേസിൽ വേഴ്സസ് സജിൻ ഗോപു തുടങ്ങുന്നത്. സജിൻ ഗോപു പറയുന്നത്, നിനക്ക് പറ്റുവാണെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് ഈ സ്വർണ്ണം എടുത്തുകൊണ്ട് പോടാന്ന്. അപ്പോൾ എങ്ങനെ ബേസിൽ ഫിസിക്കലി ഇച്ചിരി സജിൻ ഗോപുവെക്കാട്ടിലും സ്മോളായൊരു മനുഷ്യൻ എങ്ങനെ ഇത്രയും സ്കേറി ഫിസിക്കൽ മനുഷ്യനെ, റാഷ് റെക്ലെസ് മനുഷ്യനെ നേരിട്ട് ആ സ്വർണം പുള്ളിയുടെ നിന്ന് എങ്ങനെ തിരിച്ചെടുക്കും, അതാണ് ഓവറോൾ സ്റ്റോറി. ഇത്തിരി കോംപ്ലിക്കേറ്റ് ആയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ബട്ട് യെസ്, സോ ആക്ടിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. സ്റ്റോറി നല്ല വെറൈറ്റി സ്റ്റോറിയാണ്. പിന്നെ പേരെടുത്ത് പറയേണ്ട കാര്യം ഈ മൂവിയുടെ മ്യൂസിക്.
നല്ല അടിപൊളി മ്യൂസിക്കാണ് ജസ്റ്റിൻ വർഗീസ് സ്കോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ മൂവിയുടെ സ്കോർ കേട്ടപ്പോൾ എനിക്ക് ചാവേർ എന്ന് പറഞ്ഞ മൂവിയുടെ സ്കോറാണ് ഓർമ്മ വന്നത്. അതും ജസ്റ്റിൻ വർഗീസാണ് എടുത്തത്. ഒത്തിരി സിമിലാരിറ്റീസ് ഉണ്ട്. ബോത്ത് മൂവീസ് ആർ ഓൾസോ സിമിലർ ഇൻ ടേംസ് ഓഫ് ടെൻഷൻ ഇൻഡ്യൂസിങ് ആസ്പെക്ട്സ്. ആ സെയിം വൈബുള്ള ടെൻഷൻ ഇൻഡ്യൂസിങ് മ്യൂസിക് കോപ്പിയാണെന്നല്ല പറയുന്നത്, പക്ഷേ ആ സെയിം വൈബാണ്. ഈ മൂവി കണ്ടപ്പം തന്നെ എനിക്ക് മനസ്സിലായി, ചാവേറിൻ്റെ സെയിം വൈബാണെന്ന്. പിന്നെ ജസ്റ്റിനാണ് അറിഞ്ഞ്, അപ്പം ജസ്റ്റിൻ വർഗീസ് തന്നെയാണ് ചാവേറിൻ്റെ എടുത്തത്. സോ ആ സെയിം വൈബിൽ ടെൻഷൻ ഇൻഡ്യൂസ് ചെയ്യുന്ന സീക്വൻസസിൽ ആംപ്ലിഫൈ ചെയ്യും ആ ടെൻഷൻ സീൻസിനെ മ്യൂസിക്. അപ്പോൾ അതുപോലെ സോങ്സ് ആയാലും സിറ്റുവേഷനിലനുസരിച്ചുള്ള സോങ്സ്, ഇമോഷണൽ പോർഷൻസിലുള്ള സോങ്ങും അതെല്ലാം നല്ല രസമായിരുന്നു. മ്യൂസിക് ഹാസ് ഡെഫിനറ്റ്ലി ആംപ്ലിഫൈഡ് ദി ഓവറോൾ എക്സ്പീരിയൻസ് ഓഫ് ദ ഫിലിം. അപ്പം വെറൈറ്റി സ്റ്റോറിയായി, ആക്ടിങ്ങായി, മ്യൂസിക്കായി, ബാക്കി ടെക്നിക്കൽ ആസ്പെക്ട്സിലും ഈ മൂവി ടോപ്പ് നോച്ചാണ്. മലയാളം സിനിമയെ പിന്നെ ടെക്നിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല, എപ്പോഴും ടോപ്പ് നോച്ച് തന്നെയാണ്. സോ യെസ്, ആസ് എൻ ഓവറോൾ മൂവി എക്സ്പീരിയൻസ് ഇറ്റ് വാസ് റിയലി നൈസ്. പിന്നെ ദിസ് മൂവി ഹാസ് ടച്ച്ഡ് എ ലോട്ട് ഓഫ് സോഷ്യലി റെലവൻറ്റ് തീംസ്. ഡൗറി, സ്ത്രീധനം, ഇത് ടച്ച് ചെയ്തിട്ടുണ്ട്. ഒപ്രഷൻ ഫേസ് ബൈ വുമൻ, ഡൊമസ്റ്റിക് വയലൻസ്, ഇതൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ സൊസൈറ്റിയിൽ ലേസി പീപ്പിൾ എങ്ങനെ ഈസിലി ഗിവ് അപ്പ് ചെയ്യുന്നു, പക്ഷേ അതേസമയം ചില ആൾക്കാർ ടഫ് സിറ്റുവേഷൻസിലാണെങ്കിലും പോരാടി ജയിക്കണമെന്ന് മാത്രം ഫീലുള്ള ആൾക്കാർ, അങ്ങനെ മോട്ടിവേഷൻ തരുന്ന സീക്വൻസസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ബേസിലിൻ്റെ ഒരു മൊണോലോഗുണ്ട്, നല്ല അടിപൊളി മൊണോലോഗാണ്. അത് മോട്ടിവേഷനും തരും, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ഫണി. സോ ഇങ്ങനെ സോഷ്യലി റെലവൻറ്റ് തീംസിനെയൊക്കെ ടച്ച് ചെയ്ത് നല്ല റൈറ്റിംഗ്, നല്ല സ്റ്റോറി, നല്ല വെറൈറ്റി സെറ്റിംഗ്, നല്ല ആക്ടിങ്, നല്ല മ്യൂസിക്, ആൻഡ് ഓവറോൾ really good package in terms of movie. That's why I said I was totally invested from beginning till end, and I really loved the film. So yes, that's my review of Ponman. It's playing in theatres. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. ഈ മൂവിക്ക് വേണ്ടിയ സപ്പോർട്ടും ലവും കൊടുക്കണം. So yeah, that's it. See you next time. Bye.